ഹലോ ഗൈസ്, ഇപ്പം ഞങ്ങൾ ഇന്ന് എങ്ങടെ പോണടാ? ആവോന്നാ ഞങ്ങളിന്ന് ചൊക്കന പോവാണ്. ഞാൻ ഇതുവരെ ചൊക്കന പോയിട്ടില്ല. അപ്പോൾ നമുക്ക് പോവാം. ബാഗൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വാട്ട്സ് ഇൻ മൈ ബാഗൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒരു രോഗിനെയും കൊണ്ടാണ് പോണതേ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ എടുക്കണം. പനിയാണേ. പനിയാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ. പോണ വഴിയിൽ കാണിച്ചു തരാം. അമ്മ ബൈ. വാട്ട്സ് ഇൻ മൈ ബാഗ്. വലിയ ബാഗ് കൊണ്ടുകൊണ്ട് 2 കോട്ട് രാഹുലിന്. അയ്യോ ഇത് വേണ്ടമ്മ. രാഹുലിന് ഗുളിക കഴിക്കുമ്പോഴുള്ള വെള്ളം, പിന്നെ വീഡിയോ എടുക്കാൻ ട്രൈപോഡ്, പിന്നെ എൻ്റെ ചെരുപ്പ്, ഒരു ലിപ്സ്റ്റിക്ക്, പിന്നെ ഒന്നുമില്ല. അത്ര തന്നെ ഉള്ളു. എന്താല്ലേ എന്താണ് ഇപ്പം ഞങ്ങളുടെ വണ്ടി കുട്ടപ്പൻ്റെ കൂടെയായിട്ട് ഞങ്ങൾ പോണത്. അപ്പം ഞങ്ങളൊരു 9:30 ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ പോയത് പെട്രോൾ അടിക്കാനാണ് കേട്ടോ. ഫസ്റ്റത്തെ പമ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പുറത്തെ പമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ പെട്രോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പുറത്തെ പമ്പിലൊക്കെ പോയി ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചു കേട്ടോ. പിന്നെ കുറേ നാളായി ഞാൻ ചൊക്കന ഒക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അന്ന് പോയേ. അപ്പോൾ പോകണമെന്ന് ഇങ്ങനെ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പിന്നെ പോയത് നമ്മുടെ രോഗി ഉണ്ടല്ലോ, രോഗിക്ക് മരുന്ന് വാങ്ങിക്കണമായിരുന്നു. മരുന്നല്ല, ഡോളോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഇത് ചോദിച്ചിരിക്കുന്നിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കല്യാണം കണ്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ വണ്ടികളും ഒക്കെ ആയിട്ട് നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അവിടെ കയറായിരുന്നു. അല്ല, അവിടെ കയറാനുള്ള സമയമില്ല, അത് വേറെ കാര്യം. പിന്നെ അതേ നമ്മൾ വരന്തരപ്പള്ളിയൊക്കെ കഴിഞ്ഞ് ആ ഒരു റൂട്ട് എത്തിയിട്ടാ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായിട്ടാ കാണാനായിട്ട്. 2 സൈഡും റോഡും. ഇതേ ആ ചേട്ടൻ ഹായ് തന്നത് കണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ അത് കാണണേ, ആ ചേട്ടൻ ഹായൊക്കെ തന്നത്. പിന്നെ അതേ ഈ മരമൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിലെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വഴി കൂടെ ഇങ്ങനെ ബൈക്കിലൊക്കെ പോകാൻ. നല്ല രസമല്ലേ, 2 സൈഡും റബ്ബർ തോട്ടവും. നല്ല എന്താ പറയുക, വീഡിയോയിൽ കാണുന്നേക്കാൾ രസമാണ് നമ്മൾ അങ്ങനെ പോകുമ്പോൾ. പിന്നെ ഈ വഴിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോണേ. മറ്റേ ചിമ്മിനി ഡാമിൻ്റെ ആ വഴിയൊക്കെ കുറേ വട്ടം പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പതുക്കെയല്ല, കുറച്ച് സ്പീഡിൽ ഇങ്ങനെ വഴികളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയി. അപ്പോൾ എൻ്റെ മെയിൻ ലക്ഷ്യം പാലത്തിൽ, മറ്റേ തൂക്കുപാലത്തിൽ കയറണം എന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു തൂക്കുപാലം കണ്ടു. പിന്നെ അപ്പോൾ അപ്പുറത്തേൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തെ പാലത്തിലേക്കാണ് പോയത്. അപ്പോൾ ദേ ഇവിടെ ഒരു ചെറിയ ചെറുതല്ല, ആ പാലത്തിന് വെച്ചേക്കുമ്പോൾ ഇതാണ് വലുത്. അങ്ങനെ ഒരു പാലം ഇത്, പിന്നെ 2ാമത്തെ പാലം വേറെ. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ വഴി നോക്കി എന്ത് രസമല്ലേ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വഴിക്കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവാൻ. ഞാൻ കുറേ വട്ടം ചിമ്മിനി ഡാമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വഴി ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ഒരു പ്ലേസ്, ഈ തൂക്കുപാലമൊക്കെ കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. എനിക്കാണെങ്കിൽ ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അത് തന്നെ തൂക്കുപാലത്തിൽ കൂടെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പേടിച്ച് നടക്കണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അമ്മയ്ക്ക് പ്രവേശനമില്ല ഗൈസ്. കർശന നടപടി സ്വീകരിക്കുന്നതായിരിക്കും. കുറവാണല്ലോ സാധനങ്ങള്. അതിനിപ്പോ എന്താ, വീഴുന്നില്ലേ? വാടി ആടുന്നില്ലേ? വാടി
ഞാനിവിടെ ഇതിൽ കൂടെ നടക്കാൻ പേടിച്ച് കൈയൊക്കെ പിടിച്ച് വരുമ്പോൾ ദേ ഉണ്ട് ഒരു ചേട്ടൻ അതിൻ്റെ ഒരു കൂടെ ബൈക്കൊക്കെ കൊണ്ടുപോകണം, ബൈക്കല്ല സ്കൂട്ടിയൊക്കെ കൊണ്ടുപോകണം. അവർക്കതൊക്കെ ഡെയിലി അങ്ങനെ എടുത്തിട്ടൊക്കെ നല്ല പരിചയമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരു സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം, അപ്പുറത്തുനിന്ന് ആരെങ്കിലും നടന്ന് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒക്കെ വേണം അങ്ങോട്ട് കിടക്കാൻ. അതാണൊരു സീന്. ആ പുള്ളിക്കാരൻ എന്താ കമ്പീമയൊക്കെ ചവിട്ടിയിട്ടാണ് കേട്ടോ പോണത്. കണ്ടാ എന്ത് കൂളായിട്ടാണ് പോണ ആള്. എനിക്കിതിൽ കൂടെ നടക്കാൻ തന്നെ പേടിയായിട്ട്, എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഭയങ്കര പേടി. എനിക്ക് ആകെ ഒരു അവസ്ഥയാണ്. പിന്നെ ഞാൻ ഒരു ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് നടക്കുക. അങ്ങനെ പറയാണ്ട് അങ്ങനെ വീഡിയോ എടുക്കുക ഇങ്ങനെ വീഡിയോ എടുക്കുക എന്നൊക്കെ. എന്താ പേടിയാണ്, എന്നാലും വീഡിയോ എടുക്കണതിനൊരു കുറവുമില്ല. പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും അങ്ങനെയൊക്കെ എടുക്കാനൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ വീഡിയോസും അങ്ങനെ കുറച്ച് ഇട്ടാൽ പിന്നെ യൂട്യൂബിലിടാനൊക്കെ കൂടി വീഡിയോ എടുക്കണ്ട, ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ വേഗം ആൾക്കാരൊന്നും ഇല്ലാത്ത സമയം നോക്കി വേഗം ഞങ്ങൾ എനിക്ക് ഹൈറ്റ് പേടിയാണ് ഗൈസ്. അത് തന്നെ എനിക്ക് ആസ്വദിച്ച് നടക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ചെമ്മിനി ഡാം ആ വഴിക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ട്രാവൽ ചെയ്യാൻ. നിറയെ പൂമ്പാറ്റകളായിരുന്നു കേട്ടോ, നല്ല പച്ച കളറ് പൂമ്പാറ്റകൾ, നല്ല രസമായിരുന്നു. പക്ഷേ ഹെൽമെറ്റ് വയ്ക്കാണ്ടൊക്കെ പോയിട്ട് മുഖത്തൊക്കെ വന്നടിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. എൻ്റെ കവളൊക്കെ കിടന്ന് ചാടണം നോക്കി, അധികം അതിൽ കാണാനില്ലേ. അതാ വഴിയുടെ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള എൻ്റെ വീഡിയോഗ്രാഫി സ്കിൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ഒരു കയ്യിൽ ഹെൽമെറ്റ്, ബാഗ് ഉണ്ട്, പിന്നെ അതേ ഫോണും പിടിച്ച് എന്തൊരു കഷ്ടപ്പാടാണല്ലേ ഓരോ വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോയി. ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമല്ലേ. ഈ വഴിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കാനൊക്കെ നല്ല വൈബല്ലേ. പിന്നെ മഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായേനെ. ഞങ്ങൾ കോട്ടൊക്കെ കൊണ്ടുപോയത്, പക്ഷെ മഴയൊന്നും പെയ്തില്ല. മഴ ഞങ്ങളെ പറ്റിച്ചു. ഇങ്ങനെയാണോ മറ്റേ പോലെ ഓണാക്കിയാ. അപ്പോൾ ഗൈസ് നമ്മൾ ചെമ്മിനി ഡാമിൻ്റെയും ചൊക്കനയുടെയും നടുക്കാണ് കേട്ടോ. ഞങ്ങൾ വെറുതെ ഇവിടെ നിറയെ പൂമ്പാറ്റകൾ, നല്ല ലൈറ്റ് പച്ച കളറുള്ള പൂമ്പാറ്റകൾ നിറയെ, നല്ല രസമുണ്ട് കാണാൻ. വലിയൊരു ബ്ലോക്കാണ് ഗൈസ്. വഴിയിൽ ചാണകം ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നുമില്ല. ആ ഒരു ഏരിയയിൽ നിറയെ അവർ കയറുന്ന ആ സ്ഥലത്ത് കുറേ ചാണകമൊക്കെ ഉണ്ടാവും. അത് എന്തോ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ബാക്കിയുള്ള റോഡൊക്കെ സെറ്റല്ലേ, അടിപൊളിയാണ്, കാണാനും അടിപൊളിയാണ്. ഇതേ പൂമ്പാറ്റകൾ പോകണ നോക്കി എന്ത് രസമല്ലേ കാണാൻ. നിറയെ പൂമ്പാറ്റകൾ ഇങ്ങനെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനുണ്ട് കുറച്ചൊക്കെ, എന്നാലും അതിൽ കൂടെ അങ്ങനെ പോകുമ്പോഴേ വേറൊരു രസം തന്നെയാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇവിടുത്തെ ഇവിടെ വെള്ളം കുറവാണ്, അതുകൊണ്ട് അത്ര വലിയ രസമില്ല കാണാൻ. അവിടെ ഫുള്ള് വെള്ളമൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ്. നമുക്ക് ആ വെള്ളാരം കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ചേട്ടൻ വയ്യാത്ത തന്നെ അവനങ്ങനെ ഇറങ്ങി വന്നില്ല അങ്ങോട്ട്, വീഡിയോ എടുക്കാൻ അവിടെ നിന്നോളൂ. അപ്പം ഞാൻ എന്തായാലും വന്നതല്ലേ, അപ്പോൾ ഒന്ന് ഇറങ്ങി കാലൊക്കെ നനച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല വൈബായിരിക്കും. ഇപ്പോഴും വൈബിനൊന്നും ഒരു കുറവില്ല, പക്ഷെ എന്നാലും ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മൾ പോയി അങ്ങനെ ആക്കുമ്പോഴേക്കെ രസം. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ അത് വേറൊരു വൈബല്ലേ. അപ്പോൾ അതേ ഞാൻ എന്തൊക്കെയോ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അവൻ എന്തായാലും വരില്ല എന്ന് പറഞ്ഞു.
അവന് വയ്യ, ഇറങ്ങും, ഒരു രസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ഞാനും അവരുടെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് ഗൈസ്. വീണ്ടും ബ്ലോക്ക് ഗൈസ്, വീണ്ടും ബ്ലോക്ക്. പിന്നെ ചേട്ടൻ പറഞ്ഞു വേറൊരു വഴി അറിയാം, അതിൽ കൂടെ പോവാന്ന്. ഒരു ഷോർട്ട് കട്ട് പോലത്തെ, ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ ഷോർട്ട് കട്ടാന്നല്ലാന്ന് തോന്നുന്നുണ്ട്, ഒരു ജസ്റ്റ് വേറെ ഒരു വഴി നമ്മുടെ വീടിൻ്റെ അവിടേക്ക് പോവാൻ ഇങ്ങനെ കാട്ടിക്കൂടെയുള്ള വഴി കേട്ടോ. അപ്പോൾ ഞാനിതുവരെ ഈ വഴി പോയിട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ നമുക്ക് അതിൽ കൂടെ പോവാന്ന്. ഫുള്ള് കാടാണ്. എനിക്ക് പകുതി എത്തിയപ്പോൾ പേടിയായി, കാരണം ഞങ്ങൾ രണ്ടുപേരും കാടും മാത്രമേ ഉള്ളൂ. വേറെ വണ്ടികളോ കാര്യങ്ങളൊക്കെ അവിടെ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു 2 ബൈക്ക് കണ്ടു. പിന്നെ അങ്ങോട്ടേക്ക് ആരുമില്ല, ഫുള്ള് കാട്. എനിക്കാണെങ്കിൽ എപ്പോഴും പേടി ആന വരുമോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എൻ്റെ ചിന്ത മൊത്തം ആന, മൃഗങ്ങളൊക്കെ വരുമോ, പിന്നെ മനുഷ്യന്മാർ വരുമോ, അതും ഒരു പേടിയാണ്. അങ്ങനത്തെ ഓരോ ഇതൊക്കെയാണ്. പക്ഷേ ദൈവം സഹായിച്ച അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നല്ല കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട്. വഴി ഭയങ്കര മോശമാണ്, പക്ഷേ നല്ലൊരു വഴിയാണ്. ഇതിൽ കൂടെ പോകാൻ നല്ല രസമുണ്ടായിരുന്നു. വഴി ഭയങ്കര മോശമാണ്, നല്ല ഫുള്ള് കട്ടറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മരം വീണ് കിടക്കണു, ഇത് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സ്ഥലം വൈബാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. അതിൻ്റെ ഇടയിൽ അവൻ പറഞ്ഞു പാറയൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെ കാണാമെന്ന്. അപ്പോൾ അവിടെ ഇറങ്ങണമെന്നൊക്കെ ചോദിച്ചു. എനിക്ക് കാടായ കാരണേ, കാടും കുറച്ച് ആൾക്കാരുള്ള സ്ഥലമാണെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞേനെ. അപ്പോൾ പിന്നെ പേടിയായപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് വീഡിയോ പോലെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. ഈ ഒരു സ്ഥലമൊക്കെ നോക്കി നല്ല രസമല്ലേ. ഇതാണ് കേട്ടോ, ഇതല്ല വേറെയും സ്ഥലങ്ങളുണ്ട് പാറയൊക്കെ ഉള്ളത്. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. ഇത് വേറെയും അങ്ങനത്തെ സ്ഥലം നല്ല രസമല്ലേ കാണാൻ. ഇങ്ങനെ വീഡിയോയിൽ കാണുന്നൊക്കെ ഭംഗി നേരിട്ട് കാണാനാണ് കേട്ടോ. ഞങ്ങളവിടെ ഇറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ട. ഫസ്റ്റ് ഈ ഒരു ബൈക്ക് ചേട്ടനെ കണ്ടു, പിന്നെ വേറൊരു ചേട്ടനും അവിടെ നിന്ന് വരുന്നുണ്ട്. അവർ രണ്ടുപേരെ കണ്ടുള്ളൂ, പിന്നെ ആരുമില്ല, പിന്നെ നമ്മൾ മാത്രം. അമ്മേ, രാത്രിക്ക് ഇതിൽ കൂടെ വരുമ്പോൾ പേടിച്ചെൻ്റെ പൊന്നെ ഒരു പരിവാവില്ലേ. എനിക്കൊന്നും പോകാനേ പറ്റില്ല, ടെൻഷൻ അടിച്ച് ചാവും ഞാൻ പകുതി വഴിയിൽ തന്നെ. ഞങ്ങളപ്പോൾ വൈബ് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കണ്ട് പാറകളും മരങ്ങളൊക്കെ താണ്ടി ഈ ഒരു സ്ഥലം നല്ല രസമുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നുണ്ട്. അവിടെയൊന്നും ആരുമില്ലാന്ന് തോന്നുന്നു. ആരുമില്ല, നല്ല രസമല്ലേ. ഇവിടെ ഇറങ്ങണമെന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്, കാരണം പേടിയാണേ, ആരുമില്ലാത്ത സ്ഥലമല്ലേ. പെട്ടെന്ന് വല്ല മൃഗങ്ങളൊക്കെ വന്നാൽ എന്ത് ചെയ്യും? ഓടുക എന്നല്ലാണ്ട് വേറെ രക്ഷയില്ലല്ലോ. ബൈക്ക് സ്പീഡിലെടുത്ത് പോകാനും പറ്റില്ല, വഴി ഭയങ്കര മോശമാണ്. നല്ല വഴിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ചാടി ഓടി വണ്ടിയിൽ കയറുക പോവാം. പിന്നെ അവിടെ ഒരു ബ്ലൂ കളർ ഷീറ്റൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനം. അപ്പോൾ അവൻ പറഞ്ഞു നമ്മളിത് എത്താറായി, റോഡിൻ്റെ അവിടേക്ക് എത്താറായിന്ന്. അപ്പോൾ ഒരു സമാധാനമായിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ എത്തണ ആ ഒരു കണ്ടോ. നമ്മൾ ഈ കള്ളായി റൂട്ടാന്ന് തോന്നുന്നുണ്ട്, അവിടേക്ക് വന്ന് ചാടും. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ വന്നോളൂട്ടാ, പോയിക്കോളൂട്ടാ. നല്ലല്ല, കുഴപ്പമില്ല, കാണാൻ നല്ല രസമൊക്കെ. പക്ഷേ എന്നെപ്പോലെ പേടിച്ച് നടക്കണവർക്ക് അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു 12:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.